പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പടച്ച സൃഷ്ടി ചരാചരങ്ങളിൽ ഏറ്റവും അധികം ശ്രേഷ്ഠവാനായി പടച്ചതാണ് മനുഷ്യർ എന്ന് പറയുന്നത്. മാലിക് ഉസ്താദിന്റെ ദറസിലേക്ക് ഒരു സഹോദരി വന്നൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിലൊരു ചർച്ച നടന്നു. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും എല്ലാ അനുഗ്രഹങ്ങളെയും കൊടുത്തുകൊണ്ട് അപാകതകളില്ലാതെ ന്യൂനതകളില്ലാതെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ കേന്ദ്രമായി അല്ലാഹു പടച്ച ഒരു പടപ്പ് ദുനിയാവിലുണ്ട്. അത് ഖുർആനിന്റെ തെളിവിൽ നീ എനിക്ക് പറഞ്ഞു തന്നാൽ നമ്മുടെ ജീവിതത്തിന് വളരെ സന്തോഷകരമായിരിക്കും ആ ഒരു മറുപടി. ഇനി അതല്ല, നീ എനിക്ക് അതിന് മറുപടി കണ്ടെത്തിച്ച് ഇന്ന് വൈകുന്നേരത്തിന് മുന്നിൽ അതിനൊരു മറുപടി നീ എനിക്ക് തന്നില്ല എങ്കിൽ നിന്നെ ത്വലാഖ് ചൊല്ലുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയപ്പോൾ സംശയം ചോദിക്കാൻ സ്വാഭാവികമായും എവിടെയാണ് പോകേണ്ടത്? പള്ളിയിൽ ദർസ് നടത്തുന്ന ഉസ്താദായ മാലിക് ഉസ്താദിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ മാലിക് ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരി അനുവാദം ചോദിച്ചു, അകത്ത് കിടന്ന് ഉസ്താദിനോട് സംശയം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മാലിക് ഉസ്താദ് പറഞ്ഞു, എനിക്കൊന്ന് നീ പറഞ്ഞ വിഷയവുമായി ഒന്ന് വിചിന്തനം നടത്തി നോക്കിയിട്ട് മറുപടി പറയാൻ പറ്റും. പെട്ടെന്ന് മറുപടി കൊടുക്കുന്നതാണ് പാണ്ഡിത്യത്തിന്റെ അടയാളം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. അതൊരു ഏറ്റവും നല്ല പണ്ഡിതന് ചേർന്ന ഒരു തന്റെ ഇടമാണ് എന്നാരും കരുതരുത്. ഇപ്പൊ എന്നോടൊരു സംശയം ഒരാൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ആയിരിക്കാം അതിന്റെ മറുപടി, ഏതായാലും ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം, അതാണ് ഏറ്റവും നല്ല മറുപടി. അത്രയ്ക്ക് ഉറപ്പോടും പിന്നെ തന്റെ ഇടത്തോടും കൂടി മറുപടി പറയാൻ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവരുടെയൊക്കെ ഗുരുത്വം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മളൊക്കെ അവരുടെ മുന്നിൽ ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, 5-6 വർഷം ദറസിൽ പോയി ഓതിപ്പിടിച്ച് ഇന്ന് പിന്നെ 2 വർഷം ഓതുമ്പോഴേ വാതിലിന്റെ അടുത്ത് വന്ന് ഉസ്താദിന്റെ അടുത്ത് ചോദിക്കും, ഉസ്താദെ ടിക്കിരി എടുക്കാൻ പോട്ടാന്ന് ചോദിക്കും. കാരണം ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും പേറി നടക്കുന്ന പാവപ്പെട്ടവർക്ക് വർഷങ്ങളോളം ദറസുകളിൽ കോളേജുകളിൽ ഇൽമ പഠിച്ചുകൊണ്ട് സമയം പാഴാക്കാനില്ല എന്ന നിഗമനമാണ് ഇന്ന് നിലവിലുള്ളത്. മാലിക് ഉസ്താദ് പറഞ്ഞു, എനിക്കൊന്ന് ആലോചിക്കണം. മദീനയുടെ റൗള ശരീഫിന്റെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വില കൂടിയ മുൻകൈയിനെ മറ്റൊരു ശരീരത്തെ വരുത്തിയിട്ട് പൊന്നാര നബി തങ്ങളുടെ ഹദീസ് പറയുന്ന മാലിക് ഉസ്താദാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ ഈ മറുപടി കേട്ടിട്ട് സഹോദരി പിന്നെ വരാമെന്ന് പറഞ്ഞ് ദറസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ക്ലാസിന് പുറത്തു നിൽക്കുകയാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റഹിമഹുല്ലാഹ്. നല്ല ബുദ്ധിയാണ്, നല്ല കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കും. ചില കുഞ്ഞു മക്കൾക്കൊക്കെ എന്തോ ഒരു വലിയ ഓർമ്മശക്തിയാണ്. ബുദ്ധിശാലികളായ മക്കളാക്കി നമ്മുടെ മക്കളെ നാഥൻ മാറ്റട്ടെ. ഷാഫി ഇമാം ആ സഹോദരിയോട് പറഞ്ഞു, എന്റെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി അദ്ദേഹം കുറച്ചു നേരം വിചിന്തനം നടത്തിയിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞെങ്കിൽ ആ പറയാൻ പോകുന്ന മറുപടി എന്തെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് പറയുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമ കുറവാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം എന്ന കൊച്ചുകുട്ടിയാണ്. ഷാഫി ഇമാം ആരോട്? ഈ സഹോദരിയോട് പറഞ്ഞു. അത് പറഞ്ഞു തരാൻ ആ സഹോദരി സമ്മതം മൂടിയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞു കൊടുക്കുകയാ,
അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ മഹത്താര വസ്തുക്കളെടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് ആ സത്യത്തിന്റെ ഉള്ളടങ്ങുന്ന രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത്രയും വലിയ ഒരു സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവിന്റെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലോകത്തല്ലാഹു പടച്ച പറവകളിൽ, ലോകത്തല്ലാഹു പടച്ച ജന്തുക്കളിൽ, ലോകത്തല്ലാഹു പടച്ച ജീവജാലങ്ങളിൽ, സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും അധികം ഉത്കൃഷ്ടമായത്, ഏറ്റവും അധികം പരിപൂർണമായത് അത് മനുഷ്യനാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ പരിപൂർണമായ സൃഷ്ടികളാണ് ഞാനും നിങ്ങളും. ആ മനുഷ്യരായ പരിപൂർണരായ സൃഷ്ടികളാണ് ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് വാരിക്കോരി എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ വിസമാ, മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത തകർമാ. ലോകത്തൊരു ജീവജാലങ്ങൾക്കും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. മനുഷ്യരായ നമുക്ക് മാത്രമേ അള്ളാഹു തന്നിട്ടുള്ളൂ. മനുഷ്യരായ നമുക്ക് മാത്രമേ അള്ളാഹു ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളൂ. ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കിയാൽ 10 ഗുണങ്ങൾ അവനുണ്ടാകുമെന്ന് അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ല എന്ന ഗസാലി ഇമാമിന്റെ കിതാബിനകത്ത് കാണാം. അതിൽ ഒന്നാമത്തത് യൻസിഹു അൻഹുൽ ഹമ്മ വൽ ഗമ്മ, അവന്റെ സങ്കടവും ദുഃഖവും അള്ളാഹു മാറ്റിക്കൊടുക്കും ആകാശത്തിൽ നോക്കിയാൽ എന്ന് പറഞ്ഞ് ഭർത്താവ് അടിച്ചെന്നും പറഞ്ഞ് ആകാശത്തിൽ നോക്കി മെയിൻ റോഡ് വഴിയെ നടന്നങ്ങ് പോകരുത്. ടിപ്പർ റളിയല്ലാഹു അൻഹു ഒന്ന് കയറി ഇറങ്ങി. അള്ളാഹു കാക്കട്ടെ. ആകാശത്തിൽ നോക്കാനുള്ളത് റോഡിൽ നടന്നു പോകുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും അല്ല. വീടിന്റെ അകത്ത് വൈകുന്നേരം ടെറസിന്റെ മുകളിൽ ഒരു വെറും ചായക്ക് കട്ടൻ ചായ അല്ലേ? വെറും ചായ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. വെറും ചായ മാത്രം തരും, ഭക്ഷണം തരില്ല. ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ ചോദിച്ചു എന്ത് വേണം? ഞാൻ പറഞ്ഞു വെറും ചായ മതി. ആ ശരി ഉസ്താദ്. എല്ലാവർക്കും നല്ല അടിപൊളി ഭക്ഷണം, എനിക്ക് മാത്രം ഒരു ഗ്ലാസ് ചായ. ഉസ്താദല്ലേ പറഞ്ഞു വെറും ചായ എന്നാ, അതുകൊണ്ട് ഇവിടെ കട്ടൻ എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോ അത് കട്ടൻ ചായം കുടിച്ച് അല്ലെങ്കിൽ ചെറിയ പരിപ്പോടൊക്കെ കടിച്ച് രാത്രി വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ കാറ്റുകൊണ്ട് ടെറസിന്റെ മുകളിൽ ഭർത്താവ് വാട്ടിച്ചിരി നുണയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം, ആ സമയത്ത് ആകാശത്തിലേക്ക് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അറാഹത്തായിട്ട് നോക്കിക്കൊണ്ടിരിക്കാം. അച്ഛാ അങ്ങോട്ട് നോക്കി സങ്കടം മാറി, ദുഃഖം മാറാം, പ്രയാസം മാറാം. ബാക്കി 9 കാര്യങ്ങളുണ്ട്, അത് വേറെ നമ്മുടെ വിഷയത്തിൽപ്പെട്ടത്. അപ്പൊ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മമാര് മക്കളെടുത്ത് ഒക്കത്ത് വെച്ച് മക്കളെ അങ്ങോട്ട് നോക്കിയേ, അമ്പിളിയമ്മാവനെ നോക്കിയേ എന്ന് പറഞ്ഞ് അമ്പിളിയമ്മാവനെ കുഞ്ഞു മക്കൾ നോക്കുമ്പോ വാ തുറക്കും അറിയാതെ ആ മരുമോള് കുറച്ച് ചോറിങ്ങനെ കുഞ്ഞിന്റെ വാക്കിയകത്ത് വെച്ചു കൊടുക്കും. മാമി കാണാതെ കുറച്ച് മരുമോളും മണി കൊടുക്കും. അങ്ങനെയാണല്ലോ പതിവ്. ആകാശത്തിലേക്ക് നോക്കി കുഞ്ഞു മക്കൾക്ക് ഇടാൻ വേണ്ടി ചോറിടുമ്പോൾ, കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ചോറ് പാത്രത്തിലേക്ക് ഇടുമ്പോൾ അവർക്ക് കൂടി കണക്കാക്കിയാണ് അവരിടുക. കുഞ്ഞിന് ഒരു ഉരുള കൊടുക്കും, അടുത്ത ഉരുട്ടി വയ്ക്കുമ്പോൾ കുഞ്ഞ് ചവച്ചൊടിക്കണം, അടുത്ത മൂന്നാമത്തെ എടുക്കും. ഇങ്ങനെയാണ് സാധാരണ. അതൊരു രസമാണ്. അമ്മ കഴിക്കുന്നു, അപ്പ കഴിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് ചോറൊക്കെ ശരിക്കും വാരി കൊടുക്കാറുണ്ട്. അവർക്ക് ഒരു പ്രത്യേകമായ സ്വഭാവ ഗുണമാണ്. സാധാരണ മക്കളൊക്കെ കണ്ണു തുറക്കുമ്പോൾ ഉമ്മ എന്നാണ് വിളിക്കുന്നതെങ്കിൽ എൻ്റെ മക്കൾ കണ്ണു തുറക്കുമ്പോൾ വാപ്പ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ വാപ്പ, ഏത് കാര്യത്തിനും നേഴ്സറി പോകണം, ഒരുക്കണമെങ്കിൽ വാപ്പ, കുളിപ്പിക്കണമെങ്കിൽ വാപ്പ. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മക്കളെ ഒരുപാട് സ്നേഹിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞ് അവസാനം എനിക്ക് എന്നെ പണി കിട്ടുമെന്ന് അറിയാൻ വയ്യ. അള്ളാഹ് കാക്കട്ടെ. ഭയങ്കര ബുദ്ധിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ. ആദ്യമായി ഹാഫിളാക്കണമെന്ന ആഗ്രഹത്തോടെ മൊബൈലിനകത്ത് കിടക്കുന്ന മെമ്മറി കാർഡിന്റെ ഖുർആൻ മുഴുവൻ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണവന് ആദ്യമായി LKG ക്ലാസ്സിൽ പോയിട്ട് വീട്ടിൽ വന്നതിൻ്റെ ഒന്ന് സൈക്കിൾ എടുത്തവൻ പാടി വാട്ടെന്താന്ന് അറിയാം. നാനടിച്ചാത്താങ്ക മാട്ടെ 4 മാസം തൂങ്കമാട്ടെ മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി സേരമാട്ടെ. എന്നോട് പറയാം മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി സേരമാട്ടെ. ഞാൻ പറഞ്ഞ ഈ ബാക്കവിനടുത്ത് തന്നെ ഇത് വേണോടാ. നാട്ടുകാരെ മക്കളെ മുഴുവനും നന്നാക്കാൻ വാതു പറഞ്ഞുകൊണ്ട് നടന്ന അവസാനം എനിക്ക് എന്നെ പണി കിട്ടി. ഭാര്യ പറയാം അങ്ങനെ. കാരണം ഈ കുഞ്ഞുമക്കൾ അടുത്തിരുന്ന ഒരു കുട്ടി പാടിയാൽ അടുത്തിരുന്നിടത്തും കഥ പറഞ്ഞു കൊടുത്താൽ അത് അപ്പോഴേ അവരും മനസ്സിനകത്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല, അവരുടെ മനസ്സിൽ ഭാര്യ ഭർത്താക്കന്മാരെ സംസാരിച്ചവരുടെ മനസ്സിൽ ഇങ്ങനെ അവരിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഹൃദയത്തിനകത്തുണ്ട്. ഒരു നല്ല മക്കളാ, നല്ല മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിലേക്ക് നമ്മൾ നന്മ മാത്രം നിറച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ.
അപ്പൊ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ഇങ്ങനെ എത്രയോ അത്ഭുതകരമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ഈ മനുഷ്യന് മാത്രമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഒരിക്കൽ തന്റെ ഇബാദത്തിന് പുറകെ അദ്ദേഹം ദുആരക്കുകയാണ്, അല്ലാഹുമ്മ അഹീനി ഇൻസാനാ വഅമിത്നി ഇൻസാനാ, എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ ഒരു മനുഷ്യനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിച്ച് മനുഷ്യനായിട്ട് മരിപ്പിക്കണേ. പുറകിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് സംശയം, നമ്മുടെ ഉസ്താദ് അങ്ങനെ ജുമയ്ക്ക് ദുആ ചെയ്താൽ എപ്പോ പള്ളി അടിയുണ്ടാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിന്നെ മനുഷ്യനല്ല മൃഗവോ, അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും മനുഷ്യരാക്കണേ. ഫ്രണ്ടിരിക്കുന്നത് പറയും ആമീൻ പറഞ്ഞോടെ അളിയാ, ഇത് എന്തോടെ പറയണത്? മനുഷ്യൻ അത് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളാരും മനുഷ്യരല്ലേ. സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങളുടെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് മനുഷ്യനെ കാണണമെങ്കിൽ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ആ ദിക്ർ 41 ദിവസം ചൊല്ലി. 41 പരിശുദ്ധ ജുമാ ദിവസമാണ്. ആ ജുമയ്ക്ക് നീ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് കണ്ണടച്ചിരുന്നിട്ട് ആ കണ്ണൊന്ന് തുറക്കുമ്പോ ആ പള്ളിക്കകത്തിരിക്കുന്ന മനുഷ്യരെ നിനക്ക് കാണാം. യഥാർത്ഥ മനുഷ്യരെ നിനക്ക് അപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അടുത്തിരുന്ന പ്രിയപ്പെട്ട ശിഷ്യൻ പോവുകയാ. ആ പ്രിയപ്പെട്ട ശിഷ്യൻ മടങ്ങിപ്പോയി. 41 ദിവസം വരെ ഉസ്താദ് പറഞ്ഞുകൊടുത്ത മനോഹരമായ ദിക്ർ ചൊല്ലുകയാ. 41ാമത്തെ ദിവസമാ പരിശുദ്ധമായ പള്ളിയിലേക്ക് ജുമാ നിസ്കാരത്തിന് കടന്നു വരികയാ. ജുമാ നിസ്കാരത്തിന് വന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഉസ്താദ് പറഞ്ഞുകൊടുത്ത ദിക്ർ ചൊല്ലിയിട്ട് കണ്ണു തുറക്കുമ്പോ ദിക്ർ ചൊല്ലുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് നിറച്ച് ജനങ്ങളായിരുന്നു. ആ ദിക്ർ ചൊല്ലിയിട്ട് കണ്ണു തുറക്കുമ്പോ ഉണ്ടായിരുന്ന മനുഷ്യരെ കാണുന്നില്ല. കുറച്ചുപേര് നായയുടെ കോലത്തിലാ, കുറച്ചുപേര് പന്നിയുടെ കോലത്തിലാ, കുറച്ചുപേര് കോഴിയുടെ കോലത്തിലാ, കുറച്ചുപേര് പരുന്തിന്റെ കോലത്തിലാ, കുറച്ചുപേര് കാട്ടാമൃഗത്തിന്റെ കോലത്തിലാ, കുറച്ചുപേര് കാട്ടാനയുടെ കോലത്തിലാ. അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ ജീവജാലങ്ങളുടെ രൂപങ്ങളായി മനുഷ്യരെന്ന് മാറപ്പെടുമ്പോ അതിൽ 3-4 പേര് മാത്രം, വളരെ കുറഞ്ഞവർ, അവർ മാത്രം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ട് ജുമാ ദിവസം പടച്ച റബ്ബിന്റെ പള്ളിയിൽ കൂടിയിരിക്കുകയാ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ജുമാ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മനുഷ്യരെ കണ്ടോ? ആകെ 5 മനുഷ്യരാണ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കോഴി, നായയും പുലിയും പൂച്ചയും. എന്താ ആ രൂപം വന്നത്? അവരുടെ മനസ്സിലുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. ഓരോ ജീവികൾക്കാണല്ലോ ഓരോ സ്വഭാവം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 ജീവികളെ അറുത്തു എന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. തസൗഫിന്റെ പണ്ഡിതന്മാർ പറയുന്നു, ആ 4 ജീവികൾക്കും പ്രത്യേകമായ 4 ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണം മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് കളയുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനാവുക. ഒന്നാമത് അദ്ദേഹം അറുത്ത ജീവി ഏതാണെന്നറിയോ? കോഴിയാ. കോഴിയുടെ സ്വഭാവം എന്താ? വെള്ളം ഒഴിച്ച് കോഴിയാരും അതിന് വെള്ളം താഴി. കോഴിയുടെ സ്വഭാവം എന്താണെന്നറിയോ? വികാരമാണ്. കോഴി എന്ന് പറയുന്നത് ഒരു വികാര ജീവിയാണ്. അതിന് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആരും കല്യാണം നടത്തി കൊടുക്കുകയൊന്നും വേണ്ട. അപ്പുറത്തെ പെടക്കോഴിയെ അണ്ണാച്ചി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഴി നമ്മുടെ നാട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കോഴിയായിട്ട് കമ്പനിയാ, കണ്ടുടങ്ങിയ കമ്പനിയാ. അതിന് പിന്നെ ഒരുത്തൻ ചോദിക്കലും നിക്കാഹ മഹറത്ര 4 മുട്ട മഹർ കൊടുക്കാനൊന്നും അവന് സമയമില്ല. ചാവക്കോഴി എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും റെഡിയായിട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ് ചങ്കൂറ്റത്തോടു കൂടി. അപ്പൊ ഇതിന് വികാരമാണ് ആ ജീവിയുടെ സ്വഭാവം. ആ സ്വഭാവം ചില മനുഷ്യരെ കീഴടക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ അറുത്ത് കളയണം. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വേഷവിധാനങ്ങൾക്കുള്ളിൽ അടക്കി നിർത്താൻ കഴിയാത്ത വികാരം കൊണ്ട് നടക്കുന്നവൻ മനുഷ്യനെല്ലാം മൃഗമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, 2.5 വയസ്സുള്ള കുഞ്ഞിന് വടക്കാഞ്ചേരിയിലെ കുട്ടിക്കാടിനിടയിൽ ക്രൂരമായി മാനഭംഗപ്പെടുത്തി വലിച്ചെറിഞ്ഞ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പത്രത്തിലൂടെ വായിച്ചു പോയ ദിനങ്ങൾ ഇവൻ മനുഷ്യനാണോ മൃഗമാണോ എന്ന് ചോദിച്ചു പോയത് അതുകൊണ്ടാണ്. ഇവൻ മൃഗമാണോ എന്ന് ചോദിച്ചു പോയത് അതുകൊണ്ട്, അത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോ വികാരം എന്ന് പറയുന്നതിനെ ഒതുക്കി നിർത്താൻ, നമ്മുടെ ഭാര്യയിൽ ഒതുക്കി നിർത്താൻ.
ഭാര്യ നമ്മുടെ വികാരങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു തന്നിരിക്കുന്നത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം, ഭാര്യമാര് കാരണം കണ്ണുകൊടു തുടങ്ങിയ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാര് നിമിത്തമായി വ്യഭിചാരം തുടങ്ങിയ ഭർത്താക്കന്മാരുണ്ട്. 2 മാസത്തെ ലീവിന്റെ നാട്ടിൽ വരുമ്പോ അതിൽ 45 ദിവസവും ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണ്. ആ ഭർത്താവ് പിന്നെ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ തേടി പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നിനക്ക് സീരിയൽ കണ്ടാ മതിയല്ലോ, നിനക്ക് കറങ്ങി നടന്നാ മതിയല്ലോ, നിനക്ക് നിന്റെ സൗന്ദര്യം സൂക്ഷിച്ചാ മതിയല്ലോ. നിന്റെ പ്രിയതമനോടുള്ള ശാരീരികമായ ബന്ധത്തിന്റെ കടപ്പാട് മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്നോടുള്ള സ്നേഹം നിന്റെ ഭർത്താവിന് കുറയുമ്പോ, നിന്റെ ഭർത്താവിന്റെ മൊബൈലിന്റെ അകത്ത് പെൺകുട്ടികളുടെ മിസ് കോൾ വരികയാ, നിന്റെ ഭർത്താവിനെ വിളിക്കുമ്പോ പലപ്പോഴും ബിസി കാണിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? അത് ഭർത്താവിന്റെ മെറുകേടെന്ന് മാത്രം പറഞ്ഞ് കളയല്ലോ. വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന ഭാര്യയായ നിന്റെ ഉത്തരവാദിത്വം നീ പരിപൂർണമായി നിന്റെ ഭർത്താവിനോട് പാലിക്കാത്തത് കൊണ്ട് അതിന്റെ ഭയാനകരമായ